നമ്മുടെ ജ്യേഷ്ഠ സഹോദരനെ വിവാഹം ചെയ്താലും ഹസ്തിനപുരത്തിന്റെ സിംഹാസനത്തിൽ വിരാജിതയായിക്കൊണ്ട് അവിടുന്ന് പ്രജകൾക്ക് നന്മ വരുത്തേണ്ടതാണ്. അവിടുത്തെ ഉദാരതയാൽ വരും കാലങ്ങളിൽ സമസ്ത ആര്യാവർത്തവും അവിടുത്തെ കീർത്തിയിലൂടെ അറിയപ്പെടുന്നതാണ് കുമാരി. അങ്ങെന്ത് ചെയ്യും രാജകുമാര? ഞങ്ങൾ 4 സഹോദരരും സന്യാസം സ്വീകരിക്കുന്നതാണ്. 5 സഹോദരന്മാരിൽ 4 പേർ സന്യാസം സ്വീകരിച്ചേ മതിയാകൂ. ഈ പരിതസ്ഥിതിക്ക് അങ്ങ് കണ്ടെത്തിയ ഉപായം ഇതാണോ രാജകുമാരൻ അർജുന? അതായത് അങ്ങ് സ്വന്തം സാമർത്ഥ്യത്തിനുള്ള ഫലം മറ്റൊരാൾക്ക് നൽകുകയാണെന്നല്ലേ അതിന് സാരം? അംഗരാജാവ് കർണനും ഇത് തന്നെയല്ലേ പ്രവർത്തിക്കുവാൻ തുടങ്ങിയത്? പക്ഷെ അദ്ദേഹത്തെ നാം അപ്പോൾ തടയുകയായിരുന്നു. അങ്ങനെയെങ്കിൽ അങ്ങേക്ക് എപ്രകാരമാണ് ഈ അധികാരം പ്രാപ്തമായത്? നമ്മുടെ അഭിമാനത്തിന് ഒരു മഹത്വവുമില്ലേ രാജകുമാര? ഈ ലോകം നമ്മെ പരിഹസിക്കുന്നതല്ലേ? ജ്യേഷ്ഠനാണ് സിംഹാസനം പ്രാപ്തമാകുന്നതെന്ന് നാം മനസ്സിലാക്കിയപ്പോൾ നാം ജ്യേഷ്ഠനെ വർണ്ണമാല്യം അണിയിച്ചതായി ഈ ലോകം നമ്മെ പരിഹസിക്കും. നാം ആരാണ് രാജകുമാര? സമ്പത്തിന് വേണ്ടി സ്നേഹിക്കപ്പെടേണ്ട സ്ത്രീയാണോ നാം? ഒരു വൃക്ഷം കത്തിയെരിയുമ്പോൾ ആ വൃക്ഷത്തിൽ ചുറ്റിയിരിക്കുന്ന വള്ളികളും ഭസ്മമായി മാറുന്നതാണ് രാജകുമാര. അവ സ്വന്തം ആധാരം ഒരിക്കലും മാറ്റില്ല. നാം ആ വള്ളികളെക്കാളും നിന്ദ്യമായവളാണോ? അവിടുന്ന് നാം പറയുന്നത് സമ്മതിക്കുകയാണെങ്കിൽ അത് അവിടുത്തെ സ്വാർത്ഥതയായിട്ടല്ല, മറിച്ച് ത്യാഗമായി കരുതുന്നതാണ് രാജകുമാരി. ആർക്കും തന്നെ അവിടുത്തെ നിന്ദിക്കുവാൻ സാധിക്കുകയില്ല. സീതാമാതാവിനെ പോലും ലോകം നിന്ദിച്ചിരുന്നു. പിന്നെയാണോ നമ്മുടെ കാര്യം? നമ്മുടെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നൽകിയാലും രാജകുമാര, നാം ത്യാഗം ചെയ്യുന്നതാണ്, അങ്ങും ത്യാഗം ചെയ്യുന്നതാണ്, അങ്ങയുടെ 3 സഹോദരന്മാരും ത്യാഗം ചെയ്യുന്നതാണ്. നമ്മൾ ഏവരുടെയും ത്യാഗം ദർശിച്ചുകൊണ്ട് അങ്ങയുടെ ജ്യേഷ്ഠ സഹോദരന് സുഖമായി ജീവിക്കുവാൻ സാധിക്കുമോ? രാജകുമാരി, അവിടുന്ന് പിതാവിനടുത്തേക്ക് തിരികെ പോകേണ്ടതാണ്. ഈ സ്വയംവരം നിഷിദ്ധമാണെന്ന് വിളംബരം ചെയ്താലും അതിനുള്ള അധികാരവും അവിടുത്തേക്കുണ്ട്. അതിനുശേഷമോ കുമാര നമ്മെ ആര് വിവാഹം കഴിക്കുവാൻ തയ്യാറാകും? കാശിയിലെ രാജകുമാരി അംബയുടെ കഥ നാം ശ്രവിച്ചിട്ടുണ്ട് രാജകുമാര. നാമും അമ്പയെ പോലെ തന്നെ രാജകൊട്ടാരങ്ങളുടെ കവാടങ്ങളിൽ നീതിക്ക് വേണ്ടി പോരാടണമോ? എന്നിട്ട് അവസാനം നിരാശയാകുന്ന അഗ്നിയിൽ നാം ഭസ്മമാകേണ്ടി വരും. ഹസ്തിനപുരത്തിലെ രാജകുടുംബത്തിലേവരും ആര്യവർത്തത്തിലെ കന്യകമാരെയെല്ലാം ഭസ്മമാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടോ രാജകുമാര? അവിടുന്ന് നമ്മോട് ക്ഷമിച്ചാലും രാജകുമാരി,
നമ്മുടെ കാരണം കൊണ്ട് തന്നെ 4 സഹോദരന്മാരും സന്യാസം സ്വീകരിച്ചാൽ അതിന്റെ ഭാരം സഹിക്കുവാൻ കഴിയാതെ നമ്മുടെ ദാമ്പത്യ ജീവിതവും തകർന്നു പോകുന്നതാണ്. ഈ പരിതസ്ഥിതിക്കുള്ള പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മോട് ക്ഷമിച്ചാലും गच्छस्वपितृभिः संयमनिष्ठपूर्तेन गच्छस्वपितृभिः संयमनिष्ठपूर्तेन परमेयोमन् हित्वा या भद्रम् पुनरस्तमेहि सम् गच्छस्व तन्वासु वर्चा. ഈ 5 വർണ്ണശിലകൾ ധർമ്മത്തിന്റെ 5 ആധാരശിലകളാണ് ദ്രൗപദി. ജീവിതത്തിൽ നമുക്ക് പല സന്ദർഭങ്ങളിലും ദ്രൗപദി വ്യക്തമായ മാർഗദർശനം ലഭിക്കാത്തവരാണ്. ധർമ്മത്തിന്റെ സ്മരണയുണ്ടാകുവാൻ വേണ്ടി ഏതെങ്കിലും വസ്തുവിന്റെ ആവശ്യകതയും ഉണ്ടാകുന്നു. നിർണയം സ്വീകരിക്കേണ്ടത് നീ തന്നെയായിരിക്കും ദ്രൗപദി. എന്നാൽ ധർമ്മസ്മരണയിൽ നിർണയം സ്വീകരിക്കുകയാണെങ്കിൽ അത് ഉചിതമാകുന്നതാണ്.